ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 432 പോയിൻറ്റും S&P 32 പോയിൻറ്റും നസ്ഡാക്ക് 105 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും വലിയൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി 53 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നിഫ്റ്റിയിലുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും രാവിലെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി എന്തായാലും മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഞാൻ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിരിക്കും. റേഞ്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPRനുള്ളിലും CPRനും ഫസ്റ്റ് റെസിസ്റ്റൻസിനുള്ളിലും. ഈ ഒരു റെസിസ്റ്റൻസിന് താഴെ ആണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. രാവിലെ ഞാൻ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിരുന്നു മാർക്കറ്റ് അപ് ട്രെൻഡ് അല്ല എന്നുണ്ടെങ്കിൽ സൈഡ് വൈസ് ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിന് താഴെയാണെന്നുണ്ടെങ്കിൽ 25,632, 25,657 ഈ ഒരു റേഞ്ചിന് താഴെയാണെന്നുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റ് 25,657 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇവിടെ നിന്ന് പുട്ട് ബൈ ചെയ്യുകയോ ഫ്യൂച്ചർ സെല്ല് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് പ്രീവിയസ് ഡേ ഹൈ ആയിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് CPRം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് പക്ഷേ ഏകദേശം 622 വരെ പോയിട്ട് മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് വരെ വന്നു. അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. ഞാൻ കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ തന്നിട്ടുള്ളൊരു ലെവലുമായിരുന്നു 25,641 എന്നുള്ളത്. മാർക്കറ്റ് ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നത്. നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരും മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ടാണ്. അവർ ആ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരൊരു ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടായിരിക്കും അവരവരുടെ വ്യൂവും ഇതുമൊക്കെ പറയുന്നത്. ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വീക്കിലി അനാലിസിസിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മാർക്കറ്റ് നിൽക്കുന്നത് 2 ആഴ്ചയ്ക്ക് മുന്നേ മാർക്കറ്റ് നിന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു. 24,700, 600 ഏരിയയിലാണ് മാർക്കറ്റ് അന്ന് നിന്നത്. ആ ഒരു വീക്കിലി ക്ലോസിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആ ഞായറാഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ ഞാൻ പറഞ്ഞതാണ് ജൂൺ 30 മുന്നേ, ജൂൺ അവസാനിക്കുന്നതിന് മുന്നേ മാർക്കറ്റ് 26,000-ലെത്താൻ സാധ്യതയുണ്ടെന്ന്. എൻ്റെ ഒരു അനലൈസ് പ്രകാരം മാർക്കറ്റ് 26,000-ലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് കയറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 26 ജൂൺ തീരുന്നതിന് മുന്നേ 26,000-ലോട്ട് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അനലൈസിൽ ഞാൻ പറഞ്ഞത് 26,000 വരെ പോകാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ താഴെ എന്ന് പറയുന്നത് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ സീരീസ് അനുസരിച്ച് അവിടെ ഒരു പ്രോ ഗ്യാപ്പ് വരുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും റിജക്ഷൻ വരാം, ഇതൊരു പ്രോ ഗ്യാപ്പാണ്. അപ്പം 26 വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു സോണിൻ്റെ മുകളിലാണ്. ഈ സോൺ പിഎസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോൾ സമയമെടുക്കും. ഇന്നിപ്പം 30 ആകാൻ പോകുന്നു. 2 ദിവസത്തെ ട്രേഡിങ്ങേ ഉള്ളൂ. ഈ മാസത്തിൽ 26,000 എത്താനുള്ള സാധ്യത ചിലപ്പോൾ കുറവാണ്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ പറയുമ്പോൾ ഏകദേശം 1000 പോയിൻറ്റിന് താഴെയായിരുന്നു മാർക്കറ്റ്. 1,500 പോയിൻറ്റിന് താഴെയായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പോൾ അന്നാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് 26,000 എത്താൻ സാധ്യതയുണ്ടെന്ന്. തൊട്ടടുത്ത ദിവസം ഒരു യൂട്യൂബർ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് തള്ളി മറിച്ചതെന്ന് പറയുന്നത് മാർക്കറ്റ് ബെയറിഷാണ്. ചിലരൊക്കെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പറയും ജൂൺ അവസാനത്തിന് മുന്നേ 26,000 എത്തുമെന്ന്. അങ്ങനെ ഒരുപാട് കളിയാക്കിക്കൊണ്ടൊക്കെയാണ്. ഇത്
ഞാൻ എൻ്റെ ഒരു അനലൈസ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ ഓക്കെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് 26,000 എത്തില്ല, പാലാഴി പറഞ്ഞതുകൊണ്ട് മാർക്കറ്റ് 26,000 എത്താൻ പാടില്ല, അങ്ങനെയൊന്നൊന്നുമില്ല. മാർക്കറ്റ് അടുത്ത നിമിഷം നമ്മളൊരു കാര്യം മറ്റൊരാളെ കളിയാക്കി പറയുന്നതിന് മുന്നേ ആ യൂട്യൂബർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ട്. ആ യൂട്യൂബറിനോട് എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റ് ഞാനോ നിങ്ങളോ വിചാരിക്കുന്നത് പോലെ അടുത്ത നിമിഷം പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ അടുത്ത നിമിഷം സംഭവിക്കണമെന്നില്ല. മാർക്കറ്റ് അൺപ്രഡിക്റ്റബിളാണ്. നമ്മൾ സാധ്യതകൾ മാത്രമാണ് പറയുന്നത്, അതിനൊരിക്കലും കളിയാക്കിക്കൊണ്ട് പറയില്ല. മാർക്കറ്റ് ഇതാ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്, വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,637 ഓൾമോസ്റ്റ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തെടുത്ത് നിന്ന് 1,500 പോയിൻറ്റോളം മാർക്കറ്റ് കയറി വന്നു. ഒരു 1,800 വരയ്ക്കെങ്കിലും 2,800 വരെയെങ്കിലും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് അനുസരിച്ച് ഇവിടെ നിന്നൊരു സ്ട്രോങ് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ മറ്റുള്ളവരുടെ അനാലിസിനെ കളിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ വരയ്ക്കുന്ന വരയിൽ മാത്രമേ മാർക്കറ്റ് ചെയ്യൂ, അത്തരം ഈ ചില മിഥ്യാധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിർത്തുവാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ വരകളെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. പഴയ കുറേ വരകൾ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കിനി ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഏതോ ഒരു പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതാണ്, മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ച് ഇവിടെ ഒരു ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 600 പോയിൻറ്റ്, ഇത്രയും ഈ ഒരു ഗ്യാപ്പ് എത്രയാണോ, അതായത് ഓൾറെഡി ഇവിടെ നമുക്ക് ഒരിക്കൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, മുകളിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് താഴെ വന്നത്. അപ്പോൾ ഇവിടെ പെൻഡിങ് ഓർഡേഴ്സ് ഇല്ല. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും സുഖമായിട്ട് മുകളിലോട്ട് കയറി പോകുന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഏതൊരു പ്രീ മാർക്കറ്റിൽ പറഞ്ഞത്. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് സുഖമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ് 600 പോയിൻറ്റ് മുകളിലോട്ട് കയറും. ഏകദേശം 25,600-650 ലെവലിലോട്ട് മാർക്കറ്റ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് മാർക്കറ്റ് ഇവിടെ ഇത് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് 25,600-650 റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. മാർക്കറ്റ് ഇനിയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു പ്രോ ഗ്യാപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോ ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓൾ ടൈം ഹൈ ആണ്. 26,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. 26,000 എന്ന് പറയുമ്പം എക്സാക്ട്ലി 26 അല്ല, ഈ ഒരു റേഞ്ചിൻ്റെ ടോപ്പ്. കാരണം അവിടെ എന്ന് പറയുന്നത് ഡേ ക്യാൻഡലിനുള്ളിൽ തന്നെ ഫൈൻ ട്യൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 75 മിനിറ്റ്സിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണൂടെ ഉണ്ട് 25,913 വരയ്ക്കും. അപ്പോൾ 25,913 എന്ന് പറയുന്നൊരു റിജക്ഷൻ സ്ട്രോങ് ഏരിയ ആയിരിക്കും. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 26,000 ഒരു റെസിസ്റ്റൻസ് ആണ്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 26,000-ലാണ്. അതുപോലെ തന്നെ പുട്ട് റേറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,500-ഉം 25,000-ഉം സ്ട്രോങ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. 25,000 മിക്കവാറും ഈ ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മാർക്കറ്റ് താഴോട്ട് നിലവിലുള്ള സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 എന്ന് പറയുന്നത് 25,050 25,100. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഒരിക്കലും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഫിഗറിൽ റിജക്ഷൻ വരണമെന്നില്ല. അതിന് മുകളിലിട്ട് അവന്മാർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,000-ന് തൊട്ട് മുകളിൽ വെച്ച് തന്നെ മാർക്കറ്റ് റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ സോൺ വരയ്ക്കാം. ഇനി മാർക്കറ്റിലൊരു സ്ട്രോങ് സപ്പോർട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, നേരത്തെ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു ഇല്ലേ, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ സുഖമായിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. അപ്പം ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം. ഇതാണ് നേരത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ആ റെസിസ്റ്റൻസ് അല്ല നമ്മൾ എടുക്കുന്നത്, ഈ ഒരു റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇനി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സപ്പോർട്ട് കിട്ടുക. 25,058-60 അല്ലെങ്കിൽ 25,100 ആയിരിക്കും സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്.
ലോവർ ടൈം ഫ്രെയിമിൽ പോവാം. മാർക്കറ്റിൽ തിങ്കളാഴ്ച ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക. ഈ ഒരു 25,616 അല്ലെങ്കിൽ 25,600 എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിലൊരു സ്ട്രോങ് റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട്. സ്ട്രോങ് സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് 15 മിനിറ്റ്സിൽ താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 25,600 ആ ഒരു റേഞ്ചിൽ 15 മിനിറ്റ്സിൽ താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 25,421 അതായത് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് 15 മിനിറ്റ്സിൽ ഒരു ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25,422 ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഫോള് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പ്രോഫിറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ച് ബുക്ക് ചെയ്യാം. 25,500 എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ചും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ 25,500 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,000 സപ്പോർട്ട് എടുത്ത് ചെറിയൊരു പുൾ ബാക്ക് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് 25,400-420 റേഞ്ചിലോട്ട് എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടി എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കയറി ബ്ലൈൻഡായിട്ട് മുകളിലോട്ട് എൻട്രി നോക്കരുത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പുൾ ബാക്ക് കൊടുത്തിട്ട് വീണ്ടും താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം 25,500 ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിലും 25,400-450 റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് മുകളിലോട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രീ മാർക്കറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലോട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ചോദിക്കും അവിടെ എന്തുകൊണ്ട് കോൾ എടുത്തുകൂടാ? വെള്ളിയാഴ്ച കോളിൻ്റെ സൈഡ് കോൾ കൊടുത്തിരുന്നല്ലോ. ഇൻട്രാഡേയിൽ നമുക്ക് ചെറിയ ആ സമയത്തുള്ള ഡേറ്റ അനുസരിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റ് ഡേറ്റകളും അനുസരിച്ച് മാർക്കറ്റിൻ്റെ ട്രെൻഡും അനുസരിച്ച് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ചെറിയ പോയിന്റിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾ ഓപ്ഷൻ നോക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മളത് ഒരു ലോങ് എൻട്രി ആയിട്ട് എടുത്ത് വയ്ക്കരുത്. കാരണം സ്ട്രോങ് സെല്ലേഴ്സ് ഏരിയ ആണ്. ഇവിടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും 75 മിനിറ്റ്സിൻ്റെ സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോ ഗ്യാപ്പും അനുസരിച്ച് ഇത് ഫുള്ള് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ വരാം. സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫോൾ ആയിരിക്കും താഴോട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇട്ട് റിസ്ക് എടുത്ത് ലോങ് എൻട്രി കോൾ സൈഡിലോട്ട് നോക്കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇവിടുത്തെ കോൾ എടുക്കുന്നവർ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്നവരൊക്കെ ഫ്യൂച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 പോയിന്റിൽ തന്നെ ബുക്ക് ചെയ്ത് മാറാൻ നോക്കുക. കോൾ സൈഡ് എടുക്കുന്നവർ ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ 10-15 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുക. കാരണം എപ്പോൾ വേണമെങ്കിലും ഇവിടെ കിട്ടുന്നതെല്ലാം ചെറിയൊരു റിവേഴ്സ് സിഗ്നലുകളായിരിക്കും. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായേക്കാം ഈ ഒരു സോണിൽ. പിന്നെ അപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിലോട്ട് നമുക്ക് ഡേ ക്യാൻഡിലിൽ ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 654 ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഒരു ബ്രേക്കൗട്ട് 15 മിനിറ്റ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 650 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 720 720 പിന്നെ വരുന്ന ഒരു റെസിസ്റ്റൻസ് 800 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ട് നോക്കുക. അതായത് വെള്ളിയാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,654 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് 720 പിന്നെ അവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നിട്ട് മുകളിലോട്ട് 800. ഈ ഒരു 2 ടാർഗറ്റ് ആയിരിക്കും മുകളിലോട്ടുള്ളത്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്,
നമ്മൾ ഇൻട്രാഡേക്ക് ചെറിയ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലോങ് എൻട്രി ആണെന്നുണ്ടെങ്കിലും ഓരോ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് എത്തുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത ഡിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത ഡിപ്പിലിട്ട് നിങ്ങൾ അടുത്ത എൻട്രി എടുക്കുക. ടാർഗറ്റ് അത് തന്നെയായിരിക്കും, സെക്കൻഡ് ടാർഗറ്റ് അത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഓരോ ഹൈയിലിട്ട് വിൽക്കുകയും ഓരോ ലോയിലിട്ട് ബൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. നമുക്കിപ്പം ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് ഒരു ഫ്രീ ഫോൾ വരുന്നത്. കാരണം എപ്പോഴും റെസിസ്റ്റൻസ് ഏരിയയിലാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുന്നത്. റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫ്രീ ഫോൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അടക്കം പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്യുക. അടുത്ത് എവിടെയാണോ ഒരു ബൈയിങ് ഏരിയ വരുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. കൃത്യമായിട്ട് തിരിച്ച് താഴോട്ട് വരുമ്പം എവിടെയാണ് ബയ്യേഴ്സിൻ്റെ സോണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് അവിടെ നിന്ന് അടുത്ത് ബൈ ചെയ്യുക. അപ്പോൾ മുകളിലോട്ടുള്ള ടാർഗറ്റ് ഇത് രണ്ടുമാണ്. താഴോട്ടുള്ള ടാർഗറ്റ് 25,420 വരയ്ക്കും താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച 1,397 കോടിക്ക് FIS സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIS 589 കോടിക്ക് സ്റ്റോക്ക് സെല്ലിങ്ങുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43,047 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ 40,446 ക്വാണ്ടിറ്റി രണ്ടും ഏകദേശം ഈക്വലാണ്. ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് വലിയ രീതിയിൽ കഴിഞ്ഞ 26-27 ദിവസങ്ങളിൽ FIS ഫ്യൂച്ചേഴ്സ് സെല്ലിങ്ങിൽ നിന്ന് വലിയ രീതിയിൽ പിന്മാറിയിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിലോട്ട് അവർ FIS ബയ്യിങ്ങിലോട്ട് കടക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഫ്യൂച്ചറിൽ. മാർക്കറ്റ് അപ്പം വരും ദിവസങ്ങളിലൊക്കെ ബുള്ളിഷ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെല്ലിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. 2-3 ദിവസം ബയ്യിങ്ങിലായിരുന്നു. ക്ലൈൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻറ്റ് സെല്ലിങ്ങിലോട്ട് പോവുകയാണ്. ക്ലൈൻറ്റ് ഫ്യൂച്ചേഴ്സ് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഏകദേശം 68,000 ക്വാണ്ടിറ്റികളിൽ നിന്നാണ് ഇപ്പം പൊസിഷൻ അവർ കുറച്ചിട്ട് 20,000-ത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ FIS ഫ്യൂച്ചേഴ്സ് ബൈയിങ്ങിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലയൻറ്റ്സ് സെല്ലിങ്ങിലോട്ട് പോകും. മാർക്കറ്റ് ചെറിയൊരു ബുള്ളിഷിനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ തിങ്കളാഴ്ചത്തെ ചാർട്ടിലോട്ട് പോവാം. CPR വരുന്നത് 20,589 തൊട്ട് 32 വരെയാണ്. ചെറിയൊരു വൈഡ് CPR അല്ലെങ്കിൽ നാരോ CPR ആ ഒരു രണ്ടിനും ഇടയ്ക്കുള്ളൊരു റേഞ്ചാണ്. മാർക്കറ്റ് എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് തിങ്കളാഴ്ച ഒരു ഡിപ്പ് തന്നിട്ട് അവിടെ നിന്നൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഇൻട്രാഡേ ചാർട്ട് അനുസരിച്ച് ഇതിനിടയ്ക്ക് ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 25,673 25,687 ലെവൽ ശ്രദ്ധിക്കുക. മുകളിലോട്ട് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ 735 25,752 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 25,817 25,831 സെക്കൻഡ് ടാർഗറ്റ്. താഴോട്ട് CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും CPR ബ്രേക്കൗട്ടിനുള്ള സാധ്യത ഉണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ CPR താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് സപ്പോർട്ട് വരിക 25,586 25,666 ആണ്. ദെൻ താഴോട്ട് പോകാൻ സാധ്യത ഡേറ്റ അനുസരിച്ച് കാണുന്നില്ല. ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ FISൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർ ലിങ്ക് വഴി അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ FISൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.